ഹെഡ്ഗേവാർ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി വാർത്തകളിൽ കൂടുതൽ നിറയുകയാണ്. RSSൻ്റെ സ്ഥാപകനാണ്. ഡോക്ടർ ജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം കൊല്ലം പൂരവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രം പതിച്ചതുമായി വിവാദങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്വകാര്യ ചാനൽ ചർച്ചയിൽ അവതാരിക തെറ്റായ ചോദ്യം, അതായത് ക്വിറ്റ് ഇന്ത്യ സമരത്ത് ഹെഡ്ഗേവാർ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചപ്പോൾ ഹെഡ്ഗേവാർ നിറഞ്ഞു നിൽക്കുകയാണ്. ഹെഡ്ഗേവാറിനെ കുറിച്ച് പ്രിയൻ എന്താണ് പറയാനുള്ളത്? ഒരാളുടെ ദേശീയത, അയാളുടെ രാഷ്ട്രീയം, ഇതെല്ലാം ഉരുവാകുന്നത് അയാളുടെ ജീവിതാനുഭവങ്ങളിൽ കൂടെയാണ്. കേശവ് ബൽറാം ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ഡോക്ടർ ജി എന്ന് അറിയപ്പെടുന്ന ഹെഡ്ഗേവാറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ഉരുവാക്കിയത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലം തൊട്ട് കേരളത്തിൻ്റെ ഒരു സവിശേഷമായ സാഹചര്യം, ഇന്ത്യയിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട്, ഇന്ത്യയുടെ പൊതുരൂപത്തിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് കേരളത്തിലുണ്ടായിട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. ഈ രാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിനെ പൂർണ്ണമായിട്ടും മറച്ചു വയ്ക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് ഒരു പക്ഷേ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ഡോക്ടർ ജിയുടെ പേരും അദ്ദേഹത്തിൻ്റെ ചരിത്രവും ചിലപ്പോൾ അപരിചിതമായിരിക്കാം. പക്ഷേ ഇന്ത്യയുടെ പൊതുബോധത്തിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലൊക്കെ കേശവ് ബൽറാം ഹെഡ്ഗേവാർ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അതൊരു വടവൃക്ഷമായി ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരൻ എന്നത് തീരെ അപരിചിതമായ ഒരു പേരല്ല. കാര്യം ഈ ജനങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്നതുമാണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ഗേവാർ ആരെന്നറിയില്ല. പാലക്കാട് കുട്ടികൾക്ക്, അതായത് ഈ ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങൾ ബാധിച്ച കുട്ടികൾക്കായിട്ടുള്ള ഒരു ബഡ് സ്കൂൾ പാലക്കാട് നഗരസഭ തുടങ്ങുന്നു. ആ സ്കൂളിന് കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകിക്കൊണ്ടാണ് അങ്ങനെ ഒരു ഇതാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ കീഴ്വഴക്കം വേണം. ഇപ്പോൾ എയിംസ് തുടങ്ങിയാൽ പോലും ഒരു പേരിടും, ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയാൽ പേരിടും. ഇപ്പോൾ സർവകലാശാലകൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അതെ, മഹാന്മാരെ അവർ നമ്മൾ അനുസ്മരിക്കുന്നതിൻ്റെ, അവരെ ഓർമ്മിക്കുന്നതിൻ്റെ, അവരോടുള്ള നന്ദി സൂചകമായിട്ടൊക്കെയാണ് നമ്മളത് ചെയ്യാറുള്ളത്. ഹെഡ്ഗേവാറിൻ്റെ പേരും അങ്ങനെ പാലക്കാട് നഗരസഭ ഭരിക്കുന്ന BJP ആണ്, സ്വാഭാവികമായിട്ട് അവർ കൊടുക്കും. അപ്പോഴാണ് ഈ ചോദ്യം വരുന്നത്, ആരാണ് ഹെഡ്ഗേവാർ? RSSൻ്റെ സ്ഥാപകനാണ്. RSSനോടുള്ള അന്ധമായ വിരോധം കൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും മറ്റാൾക്കാരും ഇത് പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നു. RSS സ്ഥാപകൻ്റെ പേര് എന്തിനിടുന്നു? അപ്പോഴാണ് ഒരു ചാനൽ ചർച്ചയിൽ ഒരു അവതാരക ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഹെഡ്ഗേവാർ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാത്തത്? 2 വർഷം 1942 ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങുന്നത്. അതിനും 2 വർഷം മുൻപ് ഹെഡ്ഗേവാർ മരണപ്പെട്ടു. അത് ഒരു ട്രോളായിട്ട് അതിൻ്റെ മറുപടി, അതിൻ്റെ ഇതിൽ വന്നിരിക്കുന്നത്, കമൻ്റായിട്ട് വന്നിരിക്കുന്നത്, അദ്ദേഹത്തിന് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം മരിച്ചുപോയി. അതെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം ചരിത്രം മനസ്സിലായി. കാരണം നമ്മുടെ കേരളത്തിൽ കൂടുതലും വായിക്കപ്പെടുന്നത്, ഇന്ത്യയിൽ തന്നെ ചരിത്ര രചന എന്ന് പറയുന്ന, ചരിത്രം എഴുതുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് പഠിപ്പിക്കുന്നതും പഠിക്കപ്പെടുന്നതുമായിട്ടുള്ള മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിൻ്റെ, അതായത് റൊമില താപ്പർ, ഇർഫാൻ ഹബീബ് തുടങ്ങി RS ശർമ്മ അടക്കമുള്ള ആൾക്കാർ, ഹിസ്റ്റോറിയൻസ് എല്ലാം തന്നെ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ആണ്. നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഉണ്ടായിരുന്നു. അവരുടെ വാദങ്ങളെയൊക്കെ വലിയ പ്രചാരം കൊടുക്കാതെ, ഇപ്പോൾ ഇഗ്നു ഇറക്കുന്ന ടെക്സ്റ്റുകളിലായാലും ശരി തന്നെ, ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആയാലും പ്രധാനപ്പെട്ട പാഠ്യപദ്ധതികളിലെല്ലാം ഈ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിൻ്റെ ചരിത്ര രചനയാണ് പിന്തുടരുന്നത്, അതിനെയാണ് പഠിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങൾ പലതും മറച്ചു വയ്ക്കപ്പെടും. നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന ആളാണ് ഹെഡ്ഗേവാർ എന്ന് പറയുന്നത്. 2 വർഷത്തിനടുത്ത് ജയിലിൽ, അതെ, 21 മാസത്തിലേറെ, അത്രത്തോളം. അതിനും പിന്നിലേക്ക് പോവാം. ഹെഡ്ഗേവാറിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ, ബ്രിട്ടീഷ് രാജ്ഞിക്കെതിരെ, ബ്രിട്ടീഷ് രാജാവിനെതിരെ നിരന്തരമായി പ്രസംഗിക്കുക, ബ്രിട്ടീഷ് പോലീസിനെതിരെ സമരം ചെയ്യുക, അതിൻ്റെ പേരിൽ മർദ്ദനത്തിനിരയാവുക, ഇല്ലെങ്കിൽ ലോക്കപ്പിൽ കിടക്കുക, കേസ് ചുമത്തപ്പെടുക, ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം വന്നത്. യുവത്വത്തിലേക്ക് വന്ന് വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കുട്ടിയായിരുന്ന, സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ഹെഡ്ഗേവാർ നേരെ മാറുകയാണ്. അനുശീലൻ സമിതി എന്ന് പറയുന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കക്കോരി കോൺസ്പിറൻസി കേസ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ, അതായത് ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദികളുടെ, അതായത് ഈ പറയുന്ന തീവ്രവാദ അനുഭാവമുള്ള, തീവ്രവാദ സ്വഭാവമുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സായുധ പോരാട്ടം നടത്തുന്ന ആൾക്കാരുടെ സംഘത്തിനൊപ്പമായിരുന്നു ഹെഡ്ഗേവാർ എന്നുള്ളതാണ്. ക്രാന്തികാരി എന്നാണ് അവരെ എല്ലാം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ചിറ്റഗോങ് അപ്രൈസിങ്ങിലുള്ള സുർജോദ എന്ന് പറയുന്ന, മാസ്റ്റർദ എന്നറിയപ്പെട്ടിരുന്ന സൂര്യസെൻ അടക്കമുള്ള ആൾക്കാർ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭഗത് സിംഗ് വരെയുള്ള പോരാളികളുടെ, വിവേകാനന്ദൻ്റെ സഹോദരൻ അടക്കമുള്ള ആൾക്കാർ
ഈ അരബിന്ദോ, മഹർഷി അരബിന്ദോ, പിന്നീട് മഹർഷിയായ അരബിന്ദോ അടക്കമുള്ള ആൾക്കാരുടെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ അതിൻ്റെ പരമ്പരയിൽപ്പെടുന്ന ഒരു പിന്തുടർച്ചയിൽപ്പെടുന്ന മനുഷ്യനാണ് ഹെഡ്ഗേവാർ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിരന്തരമായി പോരാടിയ ആളാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ RSSന്റെ സ്ഥാപകനായി. RSS എന്തിനാണ് സ്ഥാപിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടെ അപ്പോൾ വരും. RSSനെ സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിനെ ഒരു അതെ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കുക, അച്ചടക്കം ഉണ്ടായിരിക്കുക, ദേശസ്നേഹം ഉണ്ടായിരിക്കുക, സ്വാഭിമാനികളായിരിക്കുക. ഇന്ത്യയുടെ നട്ടല്ലടിച്ച് തകർക്കണമെങ്കിൽ അവരുടെ സ്വാഭിമാനത്തെ ഇല്ലാതാക്കണമെന്നാണ് മെക്കാള നോട്ട്സിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ സ്വാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്ന വലിയ കടമയാണ് ഹെഡ്ഗേവാർ ചെയ്തത്. അപ്പൊ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ ഉണ്ടാക്കുമ്പോൾ അതൊരു വിത്തിടുകയായിരുന്നു. ഒരിടത്ത് കുറച്ച് കുട്ടികളെ, കുറച്ച് യുവാക്കളെ വിളിച്ചിരുത്തി ഒരു ശാഖ തുടങ്ങുകയാണ് ഹെഡ്ഗേവാർ ചെയ്തത്. ആ ശാഖയിൽ നിന്നാണ് ഇന്ന് ഓരോരോ പ്രചാരകന്മാരായി ഉണ്ടായി ഓരോരുത്തരെ ഓരോ സ്ഥലങ്ങളിലേക്ക് അയച്ച് നിരന്തരമായ സാമൂഹിക പ്രവർത്തനത്തിലൂടെ ചിട്ടയായ രീതികളിലൂടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ പ്രവർത്തനത്തിലൂടെ മനുഷ്യനെ ഉയർത്തി അവൻ്റെ സ്വാഭിമാനത്തെ ഊട്ടിയുറപ്പിച്ച് അവൻ്റെ ദേശീയ ബോധത്തെ പകർന്ന് അവൻ്റെ സംസ്കാരത്തെ സംരക്ഷിച്ച് കൊണ്ടുവരുന്ന ഒരു കൃത്യമായ രാഷ്ട്രീയ പദ്ധതിയായിരുന്നു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സേവനത്തിന് ഉതകുന്ന പദ്ധതിയായിരുന്നു. സേവനമില്ലാതെ, അതെ, സേവനം തന്നെയാണ്, പൂർണ്ണമായ സേവനമല്ല, പ്രതിഫലമില്ലാതെ, വേതനമില്ലാതെ, ഒരു തരത്തിലുള്ള പ്രതീക്ഷയില്ലാതെ നിഷ്കാമ കർമ്മികളായ ഒരു പറ്റം മനുഷ്യരെ വാർത്തെടുക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തമാണ് ഹെഡ്ഗേവാറിന്റെ പദ്ധതിയിലൂടെ ഭാരതത്തിനായി സംഭാവന ചെയ്യപ്പെട്ടത്. ഇതിനെല്ലാം ഉപരിയായിട്ട് അദ്ദേഹം വലിയ മനുഷ്യസ്നേഹിയായിരുന്നു എന്നുള്ള ഒരു വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടുകയും ആ പ്രവർത്തന മണ്ഡലത്തിൽ അതെ ഡോക്ടർ ജി എന്നറിയപ്പെട്ടു. അപ്പോൾ അത്രയും വലിയ, ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മുടെ നാട്ടിൽ മോസ്കോ നഗറുണ്ട്. മോസ്കോ നഗർ എന്ന് പറയുന്ന പേര് ലെനിൻ നഗർ. വൈദേശികമായിട്ടുള്ള ഒരു തത്വശാസ്ത്രത്തെ ഏറ്റുപിടിക്കാനും ചെഗുവേര ചുരുട്ട് വലിച്ചിരിക്കുന്ന ഫോട്ടോ വരെ പ്രചരിക്കും. സ്കൂളുകൾക്കും കോളേജുകൾക്കകത്തും അത് കുട്ടികൾക്ക് വരെ അറിയാം. അതെ, കുട്ടികൾ ഇത് ഇത്തരത്തിൽ ചരിത്രപരമായി ഒരുപാട് സംഭാവനകൾ ചെയ്ത RSSനെ ചിട്ടയായ രീതിയിലുള്ള ഒരു സംഘടനയെ വാർത്തെടുത്ത ഈ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു പേരോ എവിടെങ്കിലും വന്നാൽ ഭയങ്കര അസഹിഷ്ണുതയാണ് ഉണ്ടായിക്കൊണ്ടത്. അല്ല, തൃശ്ശൂർ പൂരത്തില് രാമന്റെ ചിത്രം പ്രദർശിപ്പിച്ചപ്പോ ക്ഷേത്രത്തിൽ എന്താ രാമന് കാര്യമെന്ന് ചോദിച്ചവരില്ലേ? അപ്പൊ അത്രയും അവരും പല അവരുടെ ഇതിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അവരുടെ സമ്മേളനങ്ങളിലടക്കം നമ്മളത് കാണുന്നുണ്ട്. ഇത്തരത്തിൽ കൃഷ്ണനെയും ഒക്കെ കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്. മുൻപ് രാമനെ വിവേകാനന്ദനെ അംഗീകരിക്കാതിരുന്നവരായിരുന്നു. അതെ, വിവേകാനന്ദന്റെ യുവത്വത്തിന്റെ പ്രതീകമാക്കി വിവേകാനന്ദനെ കൊണ്ടുവരികയും DYFIയുടെ അടക്കം ക്യാമ്പയിനുകളിൽ വിവേകാനന്ദന്റെ പടവും വെക്കുന്നുണ്ട് അവരിപ്പോ. ഇനി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ഛത്രപതി ശിവജി അംഗീകരിക്കും. അതിനുശേഷം ഹെഡ്ഗേവാറിനെ അംഗീകരിക്കും. അതെ, ഈ പ്രിയൻ പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിസം അടിച്ചേൽപ്പിക്കുകയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ. ഈ പറഞ്ഞതുപോലെ ഒരു 25-30 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, യുവതലമുറ ഒന്നും ഇവരെ അറിയാതെ പോവുകയാണ്. RSSൽ ഉള്ളവർക്ക് അല്ലെങ്കിൽ RSS ഫാമിലിയിൽ ജനിച്ചവർക്കറിയാം, അല്ലാതുള്ളവർ ഇവരെന്തോ കുറ്റം ചെയ്തവർ എന്ന രീതിയിലാണ്. രാജ്യത്തിന് വേണ്ടി ഇത്രയും നാൾ ജയിൽവാസം അനുഷ്ഠിക്കുകയും ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയും അത് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ അതിനെ കൊണ്ടുവരികയൊക്കെ ചെയ്ത ഇത്തരം നമ്മുടെ നാട്ടിലുള്ളവരെ വിസ്മരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പുസ്തകങ്ങളിൽ, പാഠപുസ്തകങ്ങളിലടക്കം ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ കുത്തിനിറയ്ക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. എല്ലാവരെയും സ്വീകരിക്കപ്പെടട്ടെ, ചരിത്രം കൂടെ പഠിക്കട്ടെ.